പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടി ഒരു കവനന്റ് അവസാനിക്കുന്നത് സ്വർഗത്തിൽ വാഗ്ദാന പേടയും കാണായി. വാഗ്ദാന പേടകത്തിന്റെ പ്രാർത്ഥനയാണല്ലോ ഉടമ്പടി. നമ്മളെ തന്നെ വാഗ്ദാന പേടകമാക്കിക്കൊണ്ടാണ് ആ വാഗ്ദാന പേടകം സ്വർഗത്തിൽ കാണായെന്ന് നമ്മളെ ഉൾപ്പെടുത്തിയാണ് പറയണത്. കാര്യം ദൈവത്തിൻ്റെ വാക്ക് ആര് പാലിക്കുന്നുവോ ആ വാഗ്ദാന പേടകമായി മാറും. ആ വാഗ്ദാന പേടകം ഏറ്റവും വലിയ വാഗ്ദാന പേടകമായ കുഞ്ഞാടിൻ്റെ ഒപ്പം സ്വർഗത്തിൽ കാണുന്ന ഒരു കാഴ്ചയില്ലേ, ആ ഒരു മഹത്വ കാഴ്ചയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിനെ പറ്റുന്ന ഒരു ദിവസമാണെന്ന് നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ പോകണം. നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ സ്മാരക ശിലകളെ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കൂടാതെ പൊതുസ്ഥലത്ത് മിത്തയുടെ പൊതുസ്ഥലങ്ങൾ വന്നിട്ട് പ്രാർത്ഥിക്കാൻ. ഇന്ന് ഭൂമിയിൽ ആരോഗ്യം ഇല്ലാത്ത ആത്മാക്കളെ ഓർത്ത് സഭയോട്, അവരും സഭയുടെ മക്കൾ തന്നെയാണ്. അവർ സഹന സഭയുടെ മക്കളാണ്, നമ്മൾ തീർത്ഥാടന സഭയുടെ മക്കളാണ്. അപ്പോൾ സഹന സഭയുടെ മക്കളെ സഹായിക്കാൻ നമുക്ക് തീർത്ഥാടന സഭയിൽ അംഗങ്ങൾക്ക് കഴിയും. ആ ഒരു കുടുംബപരമായ ആധ്യാത്മിക കുടുംബത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ ആത്മ ഉത്തരവാദിത്തം കൂടിയാണ് ഇന്ന് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ദൈവം പ്രാർത്ഥിക്കുന്ന മുമ്പ് നിങ്ങളെ ആശീർവാദവും പ്രാർത്ഥനയും കിട്ടി ഇന്നെല്ലാ ഇടങ്ങളിലും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ മാസം മുഴുവനുമാണ് മാർപ്പാപ്പ ദണ്ഡവിമോചന സഭ നൽകിയിരിക്കുന്നത്. ഓർത്തിട്ട് പോകുമ്പോഴൊക്കെ ഏത് സെമിത്തേരിയിൽ പോയാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, സന്ദർശിക്കണം. അതുവഴി നമ്മുടെ അധ്യാത്മിക ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ദൈവദൃസന്നിധിയിൽ ബലമുള്ളവരായി മാറാൻ ഈ ദിവസം നിങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ പ്രത്യേക നിയോഗം, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. മക്കളെ, ഇന്നത്തെ മുഴുവൻ നിയോഗങ്ങളെ, നിങ്ങളുടെ സഞ്ചാരപഥങ്ങളെ, സംരംഭങ്ങളെ, ഇടപാടുകളെ, ഉത്തരവാദിത്തങ്ങളെ, കർത്തവ്യങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ ഭാരമാണെന്ന് തോന്നുന്ന വിഷയങ്ങളെ, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, ചില കണ്ടുമുട്ടലുകൾ നമുക്ക് സങ്കടകരമാണെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിൻ്റെ ദിവസത്തിലേക്ക് ഹൃദയപൂർവ്വം സമർപ്പിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ സമർപ്പിക്കുക. നിയോഗങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. കൈകൾ കുപ്പി കണ്ണടച്ചാണ് നിയോഗങ്ങളെ സമർപ്പിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ അന്ന് വേണ്ട ആഹാരം എന്നാണ് ഈ പ്രാർത്ഥനയുടെ അനുദിന അനുഗ്രഹം, അവർ ഡെയിലി ബ്രെഡ്, അതിന് പ്രാർത്ഥനയുടെ പേര്. എന്നാൽ ഇന്ന് ആവശ്യമായ ശക്തി, ഇന്ന് ആവശ്യമായ ദൈവത്തിൻ്റെ സന്ധിപ്പ്, ഇന്ന് ആവശ്യമായ അനുഗ്രഹം
അതാണ് നമ്മളെ പരിശുദ്ധം നമുക്ക് നൽകണത്. ഇത് ഇന്ന് നിങ്ങൾ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും ചില ഡേറ്റുകൾ ചിലർക്ക് വലിയ പ്രധാനപ്പെട്ട ദിവസമാണ്. ചിലപ്പോൾ ഒരു യാത്ര തുടങ്ങുന്ന ദിവസമാകാം, ചിലപ്പോൾ നിങ്ങളൊരു കച്ചവടം ചെയ്യുന്ന ദിവസമാകാം, ചിലപ്പോൾ ഇന്ന് മറ്റൊരു കുടുംബപരമായ ബന്ധങ്ങളുടെ പേരിലുണ്ടാകുന്ന സ്വാഭാവികമായ യാത്രയുടെ ദിവസമാകാം, ചിലപ്പോൾ പരീക്ഷയ്ക്കുള്ള യാത്ര ഉണ്ടാകാം. അപ്പം അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പ സ്വർഗീയപ്പ, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരെപ്പോലെ പ്രാർത്ഥിക്കുന്നു. അപ്പ, രോഗികളുണ്ട് അപ്പ, അവർ സ്പർശിക്കണമേ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ, കർത്താവ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ, ചിലപ്പോൾ മദ്യപിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ചു വരുന്നവരുണ്ടാകും. അങ്ങനെയുള്ള മാരകമായ ഭ്രാന്തന്മാർ കുടുംബങ്ങളിലുണ്ടാകും. അവർക്ക് മനസ്സാന്തരം ഉണ്ടാകാനും കുടുംബത്തിലുള്ളവർ ആ കുടുംബത്തിലുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ അസമാധാനം അനുഭവിക്കുന്ന പരശതം ആൾക്കാരുണ്ട്. ദൈവമേ, മാനസിക അവർ കുടുംബത്തിൽ പുറത്തുള്ളവർക്കെല്ലാം നല്ല ആളായി നിൽക്കുകയും കുടുംബത്തിൽ കയറി വരുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് ശാപമായി മാറുകയും ചെയ്യുന്ന ജന്മങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സങ്കടപ്പെട്ട് അടുക്കളയിൽ വീഴുന്ന അറിയാത്ത കണ്ണുനീരുകളുണ്ട്. ഇതെല്ലാം ഇപ്പോഴും മാതാവേ അമ്മയുടെ മധ്യസ്ഥ ഏൽപ്പിക്കുന്നു. അവർക്കെല്ലാം ശക്തി കൊടുക്കണം. തലമുടി കൊഴിഞ്ഞു പോണ ഉൾപ്പെടെയുള്ള ആന്തരികമായ ഭാരത്തെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരും നീ ആശീർവദിക്കണം. വിവാഹം ഒത്തുവരാത്തവർ, ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, കുടുംബപരമായ പ്രശ്നം, ജോലി പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ജീവിത പങ്കാളിയെ കിട്ടാത്തവർ, ജീവിത പങ്കാളി കിട്ടിയതിന് ശേഷം തന്നെ അവർ വിശ്വസ്തത കാണിക്കാത്തവർ, ആവശ്യമുള്ളതും ഇല്ലാത്തതിനുമൊക്കെ അടക്കുമുറയും അധികാരവും മേൽക്കയും നേടാൻ വേണ്ടിയുള്ള ഓരോ തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾ പരസ്പരം പെരുമാറുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ ജീവിത മാതൃകയെ കണക്കാക്കാതെ പോലും ബുദ്ധിബോധമില്ലാതെ പെരുമാറുന്ന ജീവിത പങ്കാളികൾ, അവരെല്ലാം സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ കരുണ മരണത്തെ കുടുംബത്തേക്ക് മാടി വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും അങ്ങനെ ഇരുട്ടുകയറിയ കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാണ് നീ സംരക്ഷിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒരു വളരെ വിചിത്രമായ ഒരു വചനമാണ്. എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഒരു ധാരണയാണ് എങ്ങനെ തോന്നിവാസം കൊണ്ട് ജീവിക്കാം, ഇതിന് അവസാനം ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, അപ്പം സ്വർഗരാജ്യം തട്ടിയെടുക്കാവുന്നു. അപ്പം ഞാനവിടെ പറയുന്നത് നിങ്ങൾ ഞൊട്ടേണ്ടി വരും എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് 1 കൊരിന്ത്യർ 15:40 വായിച്ചേ. 1 കൊരിന്ത്യർ 15:40. സ്വർഗീയ ശരീരങ്ങളുണ്ട്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. തേജസ് വ്യത്യാസം ഉണ്ടെന്ന്. അതായത് സ്വർഗരാജ്യ ശരീരം തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. പുനരുദ്ധാനത്തിന് നമുക്ക് ലഭിക്കുന്ന തേജസ്സിന് വ്യത്യാസമുണ്ടെന്ന് പറയണം. ഇതാണ് ശക്തമായ ബൈബിളിലെ ഏറ്റവും വലിയ നിഗൂഢമായ താക്കോൽ വാക്കെന്ന് പറയും. ഒരു കീ വേണമെന്നൊക്കെ പറയത്തില്ലേ. പല അണ്ണന്മാരും വിചാരിച്ചുകൊണ്ടിരിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചില പറയില്ല, മരിച്ചാൽ എവിടെ അടയ്ക്കാൽ എന്തെന്നൊക്കെ ചോദിക്കത്തില്ലേ. മരിച്ചാൽ എവിടെ അടയ്ക്കാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചയെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം, പട്ടിയെക്കുറിച്ച് പറയാം. ചത്താൽ എവിടെ അടയ്ക്കാൽ അങ്ങനെ പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച പ്രശ്നമില്ല. പക്ഷെ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ കർത്താവിൻ്റെ ആലയത്തിൻ്റെ അരികിൽ തന്നെ അടക്കണം. എന്തിനാണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വല്ല പാളിച്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ജനങ്ങൾ, വിശ്വാസികൾ നമ്മുടെ കുഴിക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പം അതുപോലെ തന്നെ നിങ്ങളിങ്ങനെയുള്ള പൊട്ടൽ വർത്തമാനങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അവന്മാരുടെ കൂടെ കേട്ട് ഇറാമുളരുത്, പണി കിട്ടും. എന്താ കാര്യം? നിങ്ങളും അവനെ പോലെ ലോകത്താനാണെന്ന് ദൈവത്തിന് ബ്രാൻഡഡ് ആകത്തില്ലേ. ഭയത്തോടെ വേണം ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇടപെടാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നമ്മൾ ചിലർ ഈശോ പറഞ്ഞ എന്താണ്, ചിലർ സൂര്യനുണ്ട്, ചിലർ ചന്ദ്രനുണ്ട്, ചിലർ
നക്ഷത്രങ്ങളുണ്ട് എന്ന് പറയും. നക്ഷത്രങ്ങൾ തമ്മിൽ പോലും കൃപയ്ക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു വ്യക്തി ആർജിക്കുന്ന കൃപ ഈ ഭൂമിയിൽ എന്താണ്? അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് മേൽകൃപയാണ്. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഈ കൃപ ആർജിക്കുന്ന അനുസരിച്ച് ചിലർ കൃപയുടെ സൂര്യനായി മാറും. കാര്യം അവരത്ര കണ്ട് ദൈവത്തെ കണ്ട് ആനന്ദിക്കാനുള്ള അവരുടെ അനുഭവശേഷി വർദ്ധിക്കും. ഇപ്പം കണ്ണിന് കാഴ്ച ഉണ്ടെന്ന് പറയാണ്. ചിലർക്ക് കണ്ണ് കാണാൻ പാടില്ല, ചിലർക്ക് അന്തിക്കുരുടാണ്, ചിലർക്ക് മാത്രമേ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൃശ്യത്തിന് വരുമ്പോഴും കണ്ണിൻ്റെ ലെൻസിനുണ്ടാകുന്ന ഈ ഡിഫറൻസ് പോലെ തന്നെ നമ്മുടെ ആത്മാവിന് ദൈവത്തെ അനുഭവിക്കുന്നതിനുള്ള കഴിവുണ്ട്. അത് കഴിവാണ് ദൈവമക്കൾ. അതായത് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ്. അപ്പോൾ ഈ കഴിവ് ഡിഫർ ചെയ്യും. ചിലർക്ക് സൂര്യൻ്റെ കൃപയുള്ളവർക്ക്, നല്ല കൃപയുള്ളവർക്ക് സൂര്യൻ്റെ കൃപയുള്ളവർക്ക് സൂര്യകൃപ, മറ്റവർക്ക് ചന്ദ്രനെ പോലെ അതിനേക്കാൾ കുറഞ്ഞവരും ഉണ്ട്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവർക്ക് ഞാൻ ഇത്രയും ദൈവത്തിൻ്റെ സന്നിധിയിലും സഹിച്ചില്ലേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് പ്രാർത്ഥിക്കാത്തവരാണല്ലോ ഈ ഭൂമി രക്ഷപ്പെട്ടത്. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ ദൈവത്തെ വിശ്വസിക്കാതെ രക്ഷപ്പെടും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മുമ്പിലെ മഹത്വപൂർണമായ ഒരു കാലം നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി, നിത്യതയിൽ കർത്താവിൻ്റെ അവകാശവും ഓഹരിയാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ലക്ഷ്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാത്തവർ ഈ ഭൂമിയിൽ നമുക്കറിയാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഗിരിയ തമ്പുരാൻ ഇരയും തരും എന്ന് പറഞ്ഞ പോലെ ആ മറ്റുള്ളവർ ജോലി കിട്ടില്ലേ, അവർക്ക് വേണ്ടായി പോയില്ലേ, അവർ പറമ്പ് വിട്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തില്ലേ, എനിക്കെന്തുകൊണ്ട് താമസിക്കണം? ദൈവത്തോട് തട്ടിപ്പിടിക്കാൻ പോകരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉത്ഥാനം ചെയ്തത്, ക്രൂശിക്കപ്പെട്ടതും ഉത്ഥാനം ചെയ്തത് എന്തിനാണ്? നിത്യതയിൽ തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. അവിടെ ആയിരിക്കുമ്പോൾ എന്താ ഗുണം? ഏറ്റവും കൂടുതൽ ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ നീതിമാൻ 13:41 മത്തായിയുടെ സുവിശേഷം, എൻ്റെ നീതിമാൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. കർത്താവിന് സൂര്യനെ മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകുമെന്ന് വിചാരിച്ചപ്പോൾ പത്രോസ് കർത്താവ് പൗലോസിന് കൊടുത്തൊരു നോട്ടാണ്. മറ്റുള്ളവർക്ക് കുഴപ്പം വരത്തില്ല, പക്ഷെ അവർ ചന്ദ്രനെ പോലെയാവും. ചന്ദ്രനെ പോലെയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം കുറവായിരിക്കും. പിന്നെയും കൃപ കുറഞ്ഞിട്ടുള്ളവർ സൂര്യൻ നക്ഷത്രങ്ങളെ പോലെ ആവും. പിന്നെയും കൃപ കുറഞ്ഞിട്ടുള്ളവർ ചത്ത നക്ഷത്രങ്ങളെ പോലെ കരിക്കട്ടയായിട്ടിരിക്കും. അപ്പോൾ ആർജിത കൃപ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിരുസ്ഥിതി എപ്പോഴും ഞാൻ പറയണത് നമ്മുടെ കേട്ട പ്രാർത്ഥനകളല്ല നമ്മൾ സംരക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ കേൾക്കാത്ത പ്രാർത്ഥനകളാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കത് കിട്ടിയിട്ടില്ല, പക്ഷേ എന്നിട്ട് സ്റ്റിൽ നമ്മൾ വലിയ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വിശ്വാസം ഒരു കൃപാപരമായ വിശ്വാസമായി മാറുകയും നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനെ ശക്തിയിൽ ദൈവത്തെ കണ്ട് ആനന്ദിക്കാനും ആസ്വദിക്കാനും അങ്ങനെ നിത്യവിശുദ്ധരും ആയി ജീവിക്കാനും ബൈബിളിൽ വിഭാവനം ചെയ്യുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിന് നിത്യ തേജസ്സിന് പങ്കാളികളായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് നഷ്ടങ്ങൾ നമുക്ക് ഒരു നഷ്ടമല്ല. എന്താ കാര്യം? നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണ്.